അന്ന് 2 കൈയുള്ളവൻ ചാടിപ്പോയെങ്കിൽ ഇന്ന് ഒറ്റ കൈയുള്ളവൻ 7.5 മീറ്റർ ഉയരമുള്ള ജയിൽ മതിൽ വലിയ പുതപ്പുകൾ കൂട്ടിക്കെട്ടി ആക്സോ ബ്ലേഡ് കൊണ്ട് കമ്പി മുറിച്ച് വലിയ സാഹസികതയോടെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് നിങ്ങളുടെ നേട്ടം. ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ നേട്ടങ്ങളൊക്കെ സർക്കാരിന്റെ നേട്ടവും പരാജയങ്ങളൊക്കെ ഏതോ ഒരു സിസ്റ്റത്തിന്റെ എന്ന് പറഞ്ഞാൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അന്യഗ്രഹ ജീവിയൊന്നുമല്ല, സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ, സർക്കാരുകളെ താരതമ്യം ചെയ്യാവുന്നതാണ് തെരഞ്ഞെടുപ്പുകളുടെ കാലത്ത് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ മറ്റ് രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് അങ്ങ് മറുപടി പറയാനുണ്ടാകും. പക്ഷേ ഇതിൽ മനസ്സിലാകാത്ത ഒന്ന്, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒറ്റ വരി അവതാരിക എന്ന് പറയുന്നത് പിഴച്ചുപോയ 4ാമത്തെ സിസ്റ്റം എന്നുള്ളതാണ്. അത് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിനുശേഷം KSEBയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ്. ശേഷം ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നം, സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചകളെ സർക്കാരുമായി ബന്ധിപ്പിക്കാതെ വളരെ അപരവൽക്കരിക്കപ്പെട്ട ഒരൊറ്റ വാക്കുകൊണ്ട് മാത്രം നമ്മൾ തന്നെ എത്ര ചർച്ചകളിലിരിക്കുന്നു. അത് ആ രീതിയിൽ അതിന്റെ വീഴ്ച ഏൽക്കാതെ പോകുന്നത് എങ്ങനെയാണ് ഭരണകൂടം? മാധു, ഇതിലുള്ളൊരു പ്രശ്നമേ, ഞാൻ മാധുവിൻ്റെ നിരീക്ഷണത്തെ അതിന് അങ്ങനെ കണ്ടാൽ പോരാ. 4ാമത്തെ സിസ്റ്റം ഒന്നുമല്ല. തൃശ്ശൂർ നഗരത്തിൽ കഴിഞ്ഞ ആഴ്ച കുഴി വെട്ടിച്ചപ്പോൾ ഒരു 24 വയസ്സുള്ള ബാങ്ക് ഉദ്യോഗസ്ഥൻ ബസ്സിനടിയിൽ പോയി മരിച്ചു. കേരളത്തിലെ PWD വകുപ്പും ഇതുപോലെ തകർച്ചയിലായ ഒരു സിസ്റ്റമാണ്. അപ്പോൾ പിഴച്ചുപോയ സിസ്റ്റം എണ്ണിയാൽ ഒരുപാട് സിസ്റ്റമുണ്ട്. രൂക്ഷമായ വിലക്കയറ്റമുണ്ട്. 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില പറയാൻ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് പോലും ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ രൂക്ഷമായ വിലക്കയറ്റം, ജീവൻ രക്ഷാ മരുന്നുകളുടെ വിലക്കയറ്റം, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യം, ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അടക്കമുള്ള ഡച്ച് മാതൃകയൊക്കെ നടപ്പാക്കുന്നതുകൊണ്ട് ഇന്നിപ്പോൾ കൊച്ചി നഗരത്തിൽ പോലും ചെറിയൊരു മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ട്. കേരളത്തിലെ എമ്പാടും ഇതാണ് സാഹചര്യം. അങ്ങനെ വിശദമായ ഒരുപാട് കാര്യമുണ്ട്. ഞാൻ പ്രകാശ് മാസ്റ്ററെ വെല്ലുവിളിക്കുക, നമുക്ക് ഏത് ചർച്ചയിലും എത്ര വേണമെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിനെയും 9 വർഷം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിനെ നമുക്ക് താരതമ്യം ചെയ്യാം. ഏത് മേഖലയെക്കുറിച്ചും താരതമ്യം ചെയ്യാം. താങ്കൾ വെല്ലുവിളിച്ചത് ആരോഗ്യരംഗത്തെ കുറിച്ചിട്ടാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാര്യത്ത് കാരുണ്യ ചികിത്സാ പദ്ധതി, ഇൻഷുറൻസ് പദ്ധതി, സർക്കാരുകളുടെ താരതമ്യം എന്ന് പറയുന്നത് ചർച്ചയുടെ വളരെ ക്രിയാത്മകമായ ചർച്ചയുടെ സമയം കളയാനുള്ള ഉപാധിയാണ്. അതല്ല, വിഷയമാണ് പ്രശ്നം. വിഷയം അഡ്രസ് ചെയ്യപ്പെടരുത് എന്ന് വിചാരിക്കുന്നിടത്താണ് സർക്കാരുകളുടെ താരതമ്യം എന്ന ആശയം വരുന്നത്. തീർച്ചയായിട്ടും അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പരത്തി പറയുന്നില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഏത് വിഷയത്തെക്കുറിച്ചും താരതമ്യം ചെയ്ത് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ താങ്കൾ പറഞ്ഞ ഒരു വാചകത്തിലേക്ക് വരാം. ഒന്ന്, താങ്കൾ പറഞ്ഞത് ജയിൽ അടച്ചിടാനുള്ള സംവിധാനമല്ല എന്ന്, തുറന്നു വിടാനുമുള്ള സംവിധാനമല്ല. താങ്കൾ പറയുന്നത് കറക്ഷണൽ ഹോമാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, കാർണവർ വധക്കേസിലെ പ്രതിയായിട്ടുള്ള, ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള, കുറ്റക്കാരിയായിട്ടുള്ള ഷെറിനെ നല്ല നടപ്പിന്റെ പേരിൽ തുറന്നു വിട്ടത് പിണറായി വിജയൻ സർക്കാരല്ലേ? എന്ത് നല്ല നടപ്പാണ് അവര് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചത്, ജയിൽ വകുപ്പിന്റെ മുമ്പിൽ കാഴ്ചവെച്ചത്? എന്ത് സന്ദേശമാണ് അതിലൂടെ പിണറായി വിജയൻ സർക്കാർ കേരളത്തിന് കൊടുക്കുന്നത്? അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്നും പറയണ്ട. പരമാവധി പരോൾ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക്, കുറ്റവാളികൾക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ. അപ്പൊ അതൊക്കെ ഏത് തരത്തിലുള്ള മാനദണ്ഡത്തിന്റെ പേരിലാണ്? ഇവിടെ ഞാൻ ഒരു കാര്യം പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത്, കൊലക്കേസ് പ്രതികൾ നയിക്കുന്ന, നിയന്ത്രിക്കുന്ന കണ്ണൂർ ജയിൽ, കേസിലെ 2 കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള ജയിൽ ഉപദേശക സമിതി അംഗം, CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ജയിൽ ഉപദേശക സമിതി അംഗം നയിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ജയിൽ സംവിധാനം, അവിടുന്ന് ഒരു കൈയില്ലാത്ത ഗോവിന്ദച്ചാമി ചാടിപ്പോയി. നിങ്ങൾ പറയുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ ജയിൽ സംവിധാനങ്ങളിൽ കുറെ കൂടി മെച്ചപ്പെടുത്തിയെന്ന്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചാടിപ്പോയ ആളുകളുടെ പേര് താങ്കൾ പറഞ്ഞു. അതിന്റെ പേരിലല്ലേ എല്ലാം ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ അധികാരത്തിൽ വന്നത്. അന്ന് 2 കൈയുള്ളവൻ ചാടിപ്പോയെങ്കിൽ ഇന്ന് ഒറ്റ കൈയുള്ളവൻ 7.5 മീറ്റർ ഉയരമുള്ള ജയിൽ മതിൽ വലിയ പുതപ്പുകൾ കൂട്ടിക്കെട്ടി ആക്സോ ബ്ലേഡ് കൊണ്ട് കമ്പി മുറിച്ച് വലിയ സാഹസികതയോടെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് നിങ്ങളുടെ നേട്ടം. അപ്പം നിങ്ങൾ മുൻപുണ്ടായിരുന്ന സർക്കാരിനെ താരതമ്യം ചെയ്തിട്ടല്ല ഇതിൽ നിങ്ങൾ പുളകിതരാകേണ്ടത്. നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് എന്ത് ചെയ്തു? കേരളത്തിലെ സ്ത്രീകളെ പെരുമഴയത്തും പൊരുവയിലെത്തും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സർക്കാർ ഖജനാവിൽ നിന്നടക്കം ചെലവഴിച്ചുകൊണ്ട് വനിതാ മതിലൊരുക്കിയ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. ആക്ടിവിസ്റ്റുകളെ ശബരിമലയിലേക്ക് പോലീസ് യൂണിഫോം ഇട്ട് നടത്തിച്ച സർക്കാരാ പിണറായി വിജയന്റെ സർക്കാർ. ആ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഗോവിന്ദചാമിയെ പോലുള്ള ഒരു കൊടും കുറ്റവാളിക്ക് എങ്ങനെയാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കപ്പെട്ടത്? ഒറ്റ ദിവസത്തെ പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല.
മാസങ്ങളായിട്ട് അയാൾ തയ്യാറെടുപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ആ തയ്യാറെടുപ്പുകളൊന്നും ശ്രദ്ധയിൽപ്പെടാത്ത ഉദ്യോഗസ്ഥർ ആരൊക്കെ? അത്തരത്തിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും നടപടിക്ക് വിധേയമാക്കപ്പെടണ്ടേ? അങ്ങനെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം കേരളത്തിലെ ജയിൽ വകുപ്പ് എന്നുള്ള സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന്റെ പേരാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആലുവയിൽ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയുടെ മകൾ 6 വയസ്സായ ഒരു മകളെ പീഡിപ്പിച്ചു കൊന്ന മറ്റൊരു അന്യ സംസ്ഥാന തൊഴിലാളിയെ 100 ദിവസത്തിനകം പിടിച്ച് പ്രോസിക്യൂട്ട് ചെയ്ത് ശിക്ഷ വിധിച്ചപ്പോൾ അത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാണെന്ന് അവകാശപ്പെട്ട പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടുന്നത്. ആ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് അനധികൃതമായിട്ട് പരോൾ കാലത്ത് ചെന്താമന 2 മനുഷ്യരെ കൊന്നുകളയുന്നത്. വണ്ടിപ്പെരിയാറിലെ അർജുൻ എന്ന് പറഞ്ഞ നരാധമൻ 6 വയസ്സുകാരിയെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പൊ വിജയങ്ങളൊക്കെ, ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ നേട്ടങ്ങളൊക്കെ സർക്കാരിന്റെ നേട്ടവും, പരാജയങ്ങളൊക്കെ ഏതോ ഒരു സിസ്റ്റത്തിന്റെ എന്ന് പറഞ്ഞാൽ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ അന്യഗ്രഹ ജീവിയൊന്നുമല്ല, സംസ്ഥാന സർക്കാർ തന്നെയാണ് സിസ്റ്റം. പിണറായി വിജയൻ സർക്കാർ പിണറായി വിജയൻ സർക്കാർ വിമർശനം ആ കാര്യത്തിൽ